ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ LTV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദയെ തരുണിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനെ പറ്റി ആ അമ്മ തരുണിനോട് സംസാരിക്കുക. അപ്പോൾ അതൊന്നും തരുൺ ആദ്യം സമ്മതിച്ചു കൊടുത്തില്ല. അപ്പോൾ ആ കുട്ടിയൊരു പാവമാണ്. അങ്ങനെ അതിൻ്റെ ഫ്ലാഷ് ബാക്കുകളൊക്കെ അമ്മ ഇങ്ങനെ തരുണിനോട് പറയുന്നത് കേട്ടു. അപ്പോൾ ശത്രുക്കൾ അതിൻ്റെ പിന്നാലെ ഉണ്ടെന്ന് പറയുമ്പോൾ ശത്രുക്കളോ? ബന്ധുക്കൾ തന്നെയാണല്ലോ ശത്രുക്കളായിട്ടും വരുന്നത്. അതാ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞ അമ്മ ഇങ്ങനെ പറയുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ തരുണിന് ഒരു വേദയോടൊരു ചെറിയൊരു സോഫ്റ്റ് കോർണർ പോലെ. അപ്പോൾ അങ്ങനെ ആ അമ്മ നിർബന്ധിച്ച് തരുണിനെ സമ്മതിപ്പിക്കുകയാണ്. മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും തൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് തരുണിങ്ങനെ ചെറിയൊരു സമ്മതം മൂളി. അത് കേട്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് സമാധാനമായി. അന്നേരം തന്നെ അമ്മ നേരെ വേദയുടെ അടുത്തേക്ക് ഓടി. അപ്പം മോൻ മറ്റു കാര്യങ്ങളൊന്നും അറിയണ്ട, ഞാൻ നോക്കിക്കോളാവെന്നും അമ്മ പറയാം. അങ്ങനെ നമ്മുടെ അമ്മ വേദയുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് ഈ വിവരം പറയപ്പോൾ വേദയാണെങ്കിൽ കാത്തിരിക്കുകയായിരുന്നു എന്താണ് തരുൺ സാറ് പറഞ്ഞത്, എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം, ഇതൊക്കെ ആ ഒരു ഇതിന്. അപ്പം അങ്ങനെ നമ്മുടെ എന്താ പറയുന്നത്, തരുൺ പറഞ്ഞ കാര്യം അമ്മ ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വേദയ്ക്ക് ഒരുപാട് സന്തോഷമായി, ഒത്തിരി സന്തോഷമായി. ആ ഒരു നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ലെന്നും ആ ഒരു കടപ്പാട് ഒരിക്കലും ഞാൻ മറക്കില്ല എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് വേദ അമ്മയോട്. അപ്പം അമ്മ പറഞ്ഞു, ഞാനല്ലേ മോളോടത് തിരിച്ചു പറയണം. അങ്ങനെ അമ്മയും വേദയും കൂടി ഇനി വീട്ടിലേക്ക് പോകുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകുമെന്നുള്ളൊരു പേടിയുണ്ട് ആ അമ്മയ്ക്ക്. തരുണാണെന്നുണ്ടെങ്കിലും മോളെ വേദയുടെ കൈകളിലേക്ക് കൊടുക്കുമെന്ന് പോലും അറിയില്ല. അങ്ങനെ ഒരു പേടിയോടുകൂടി ആ അമ്മ ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ എന്നാൽ വേദയ്ക്ക് സപ്പോർട്ടായിട്ട് വേദയോട് വിഷമിക്കേണ്ട, പേടിക്കേണ്ട, അമ്മയല്ലേ ഉള്ളേ എന്നൊക്കെ ആ ഒരു ഇതിൽ സംസാരിക്കുന്നുണ്ട്. ആ അമ്മയുള്ളതാണ് വേദയുടെ ഒരു ധൈര്യം. എന്തായാലും അവിടെ കുഞ്ഞിൻ്റെ ഡിസ്ചാർജും കാര്യങ്ങളെല്ലാം വരുന്നു. ആ ഒപ്പം തന്നെ വേദയെയും ഡിസ്ചാർജ് ചെയ്യാനായിട്ട് ഡോക്ടറോട് പറയുന്നു. പിന്നെ നേഴ്സ് വന്ന് ഇങ്ങനെ വേദയോട് സംസാരിക്കുന്നു, അതുപോലെ തന്നെ അമ്മയോട് സംസാരിക്കുന്നു. അപ്പോൾ ഏകദേശം ഒരു ഇതൊക്കെ അവർക്കും അറിയാമല്ലോ. അങ്ങനെ നമ്മുടെ വേദയും കുഞ്ഞും കൂടി ആ ഹോസ്പിറ്റലിൽ വിടുക. അപ്പോൾ അങ്ങനെ അവർ ഈ തരുണിൻ്റെ കൂടത്തിൽ പോകുന്നു. ഈ സമയം കൊണ്ട് ശ്രീകാന്തിൻ്റെ ഗുണ്ടകളെ വിളിച്ച് ശ്രീകാന്ത് ആണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണവും കാര്യങ്ങളും വീണ്ടും നടത്താനായിട്ട് പറയുവാണ്. അതിനനുസരിച്ച് അവന്മാർ വീണ്ടും അങ്ങോട്ടേക്ക് വരുന്നു. അവിടെ വന്ന് മുഴുവൻ അരിച്ചു പറക്കി നോക്കിയപ്പോഴത്തേക്കും ആട് കിടന്നെടുത്തൊരു കൂട പോലും ഇല്ലെന്ന് പറഞ്ഞ ഒരവസ്ഥയായി. വേദയെ അവിടെ കാണാനുമില്ല. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ നേഴ്സിനോട് ഈ വേദയെപ്പറ്റി ഇവന്മാർ ചോദിക്കുക. അപ്പോൾ എന്തായാലും അവർ ഡിസ്ചാർജ് ആയി പോയി എന്ന കാര്യം പറയുന്നു. അതുപോലെ തന്നെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആകെ വല്ലാത്തൊരു പേടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവന്മാരിങ്ങനെ നിൽക്കും, ഇനി മറ്റോ പണി കൊടുക്കുമോ എന്നുള്ളത്. അപ്പോൾ എങ്ങോട്ടാണ് ഡിസ്ചാർജ് ആയി പോയതെന്ന് അറിയാമെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന കാര്യം പറയാം. അതൊന്നും അന്വേഷിക്കാൻ ഞങ്ങൾക്ക് അറിയില്ല, അവരവരുടെ വീട്ടിലേക്കായിരിക്കും പോയിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഈ നേഴ്സ് കൈയൊഴിയുകയും ചെയ്തതേ. നിങ്ങൾ പറഞ്ഞതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാനിവിടെ ചെയ്തു തന്നു. മാത്രമല്ല ആ പേഷ്യൻ്റ് ഇവിടെ നിന്ന് പോവുകയും ചെയ്തു. ഇനി ഇതിൻ്റെ ഒരു പേരും പറഞ്ഞ് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന നേഴ്സ് ഈ ഗുണ്ടകളോട് പറയുവാണ്. അപ്പോൾ വേദ പോയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ചെന്ന് കയറേണ്ട കാര്യം ഇവന്മാർക്കില്ലല്ലോ. അപ്പോൾ എന്തായാലും താൻ എന്നാ ചെയ്തെന്ന്, താൻ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തു തന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ നേഴ്സിനോട് ഈ ഗുണ്ടകൾ ചൂടാകുമ്പോഴത്തേക്കും പോലീസിനെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഗുണ്ടകളെ പറഞ്ഞു പേടിപ്പിക്കുകയാണ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ തരുൺ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് വെക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഈ തരുണിനെ കണ്ടപ്പോഴത്തേക്ക് ഇവന്മാരെന്നാ ചെയ്തു, ഇവന്മാരെ ജീവനും കൊണ്ട് ഓടി. തൊട്ട് പിന്നാലെ വേദയും അമ്മയും കുഞ്ഞും കൂടി ചെല്ലുകയാണ്. അങ്ങനെ അവരുടെ വീട്ടിലേക്ക് ചെന്നു. അവരുടെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ ഒരു അന്തരീക്ഷവും കാര്യങ്ങളെല്ലാം കണ്ട് വേദ ഇങ്ങനെ അന്താളിപ്പോട് കൂടി നിൽക്കുവാണ്. അങ്ങനെ നമ്മുടെ വേദ തരുണിൻ്റെ വീട്ടിലൊരു ജോലിക്കാരിയായിട്ട് സ്വയം ഉൾക്കൊണ്ടാണ് ചെല്ലുന്നത്. ഈ സമയത്ത് തരുണിൻ്റെ വീട്ടിൽ തരുണിൻ്റെ കുഞ്ഞിന് പാല് കൂട്ടാനായിട്ട് ആ ഒരു രീതിയിലാണ് തരുൺ കാണുന്നത്. അമ്മയാണെങ്കിൽ സ്വന്തം മോളായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു 3 വേഷപകർച്ചയിലാണ് നമ്മുടെ വേദ ഇപ്പോൾ തരുണിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ സമയത്ത് സുധാകരൻ മാഷാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കും. സുധാകരൻ മാഷിനോട് വിശ്വനും അതുപോലെ ശ്രീജയും വന്നിട്ട് ചോദിച്ചു, അച്ഛനൊന്നും പറഞ്ഞില്ല, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പം നിങ്ങളിവിടെ നിൽക്കണ്ട, നിങ്ങൾ പോയിക്കോളാൻ പറയുക, നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളുടേതായ ഒരു ഇതൊന്നും മുരടിച്ച് പോവണ്ട എന്നൊക്കെ പറഞ്ഞു. എന്തായാലും എനിക്കിവിടെ ജീവിക്കാൻ ആരുടെയും സഹായം വേണമെന്ന് നിർബന്ധമില്ല എന്നൊക്കെ അങ്ങനെ മാഷ് പറഞ്ഞു കേട്ടോ. അപ്പോൾ അച്ഛനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്നിവർ പറയുമ്പോൾ എന്നും ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഞാൻ ഒറ്റയ്ക്കല്ലേ, എൻ്റെ കമല ഉണ്ടായിരുന്ന കാലത്തോളം ഞാൻ സന്തോഷമായിട്ട് ജീവിച്ചു. പക്ഷേ അവളില്ലാത്തടത്തോളം മറ്റാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഒറ്റയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും. അപ്പോഴത്തേക്ക് നന്ദിനിക്ക് അവിടെ നിന്ന് ചൊറിയാൻ തുടങ്ങി. അച്ഛന് താല്പര്യമില്ലെങ്കിൽ പിന്നെ നിങ്ങളെന്തിനാ ഇത്ര വലിയ നിർബന്ധം കാണിക്കുന്നത്? അച്ഛൻ്റെ മുന്നിൽ നല്ല മക്കളെന്നുള്ള പേര് മേടിക്കാനായിരിക്കുമല്ലേ എന്നൊക്കെ ചോദിച്ചു. നന്ദിനി ഇനി മിണ്ടാതിരിക്കുന്നു പറഞ്ഞുകൊണ്ട് വിനായകൻ അന്നേരം പറയാം,
ആ സമയത്ത് പിന്നെ ഞാൻ പറയുന്നതിന് ഇപ്പം എന്നാ കുഴപ്പം എന്ന് ചോദിച്ചുകൊണ്ട് നന്ദിനി. അപ്പം നന്ദിനി, നിൻ്റെ വിഷം തുപ്പുന്ന നാവൊന്ന് അടയ്ക്കാൻ സുധാകരൻ മാഷ് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് നന്ദിനിയെ വായടപ്പിച്ച് ഒരു മൂലയ്ക്ക് ഇരുത്തിയിരിക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വിക്രമാണെങ്കിൽ അവിടെ ഭയങ്കര ടെൻഷനിലാട്ടോ, അച്ഛൻ്റെ കൂട്ടത്തിൽ ആരാണെന്നുള്ളത്. അപ്പോൾ അതേ നമ്മുടെ വാർഡൻ സാർ അങ്ങോട്ടേക്ക് വന്നിട്ട് വിക്രത്തോട് ചോദിച്ചു, എന്ത് പറ്റി വിക്രം, ഭയങ്കര ടെൻഷനിലാണല്ലോ, എന്താ പറ്റിയെന്ന് ചോദിച്ചു. അന്നേരം അച്ഛൻ്റെ കാര്യം ആലോചിച്ചിട്ടാണെന്ന് വിക്രം പറയാം. അച്ഛൻ്റെ കൂടെ ഇനിയും ആരാണെന്നൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുമ്പോൾ ചേട്ടനൊന്നും നിൽക്കത്തില്ലേന്ന് ചോദിച്ചു. അച്ഛൻ എന്താണ് തീരുമാനം എടുക്കുന്നതെന്ന് അറിയില്ല, അച്ഛൻ ആരുടെ കൂടെ നിൽക്കണമെന്ന് പറയുമെന്നും അറിയില്ല തുടങ്ങിയ കാര്യമൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ വാർഡൻ പറഞ്ഞു, താൻ വിഷമിക്കേണ്ടടോ, നമുക്കത് അന്വേഷിക്കാം. അച്ഛൻ്റെ കൂടെ ആരാണ്, അച്ഛൻ ഒറ്റയ്ക്കാണോ, ഇതൊക്കെ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താം, താൻ ടെൻഷനാവാതിരിക്കുക, ഞാനല്ലേ പറയുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വാർഡൻ നമ്മുടെ വിക്രത്തെ സമാധാനിപ്പിക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ വേദ അവരുടെ വീട്ടിൽ ചെന്നു. വേദ വീട്ടിൽ ചെന്ന നേരം കൊണ്ട് ആ വേദയെയും കുഞ്ഞിനെയും സ്വീകരിക്കാനായിട്ട് ആരതിയൊക്കെ ഒഴിഞ്ഞ അമ്മ ഭയങ്കര സ്നേഹത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാട്ടോ. അങ്ങനെ വേദ ആ വീട്ടിലെ ഒരു അംഗമായി മാറുന്നു. അതുപോലെ തന്നെ വേദയുടെ കുഞ്ഞിനെ ഈ പറയുന്ന തരുൺ സ്നേഹിക്കുന്നതും തൊട്ടിലിട്ട് ആട്ടുന്നതും കൊഞ്ചിക്കുന്നതും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക വേദ. കുറേശ്ശെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വേദയ്ക്ക് ഇത് ഓവറാകുന്നുണ്ടോ എന്നുള്ളൊരു പേടി. പക്ഷേ വേദയുടെ നിസ്സഹായ അവസ്ഥ, അത് വേദയ്ക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു ഇതിൽ നിൽക്കുക. ഇതേ സമയം ഗുണ്ടകൾ വിളിച്ച് ശ്രീകാന്തിനോട് വേദ അവിടുന്ന് പോയതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ വേദ പുറത്ത് ചാടിയ സ്ഥിതിക്ക് ഇനി വേദയെ പിടിക്കാൻ എളുപ്പമാണെന്നുള്ള കാര്യം ശ്രീകാന്തിന് മനസ്സിലായി. എന്നിട്ട് പിന്നെ നേരെ ദർശനുമായിട്ട് സംസാരിച്ചിട്ട് ദില്ലിക്ക് വണ്ടി കയറുകയാണ് ശ്രീകാന്ത്. അങ്ങനെ ശ്രീകാന്ത് അവിടെ ചെല്ലുന്നു. ശ്രീകാന്ത് അവിടെ ചെന്ന് ഈ ഗുണ്ടകളെ കണ്ടുമുട്ടുന്നു. പിന്നെ ആ ഒരു ലൊക്കാലിറ്റിയിൽ, അതായത് വേദ പോകാൻ സാധ്യതയുള്ള ഒരു ലൊക്കാലിറ്റി, ഇവന്മാർ പറഞ്ഞു കൊടുത്ത ഒരു ധാരണ ശ്രീകാന്തിനുണ്ടല്ലോ, ആ ഒരു ധാരണാപ്പുറത്ത് ഇവൻ അവിടെ എല്ലാം ഇവന്മാരുടെ കൂടെ പരിശോധനകളും കാര്യങ്ങളും നടത്തുവാണ്. വേദയെ കിട്ടാതെ ഇനി അവിടുന്ന് പോകില്ല എന്നുള്ളൊരിത്. അതുപോലെ തന്നെ ഇവന്മാരോട് പറഞ്ഞു, വേദയുടെ കുഞ്ഞ് മരിച്ചു പോയി എന്ന് പറഞ്ഞത് കള്ളക്കഥയാണോ അത് ഉള്ളതാണോ എന്നൊന്ന് അന്വേഷിക്കണമെന്ന്. അവന്മാരിതെല്ലാം കൂടെ അവിടെ അന്വേഷിച്ചായിരുന്നു ആ നേഴ്സിനോടൊക്കെ. അപ്പം നേഴ്സ് പറഞ്ഞത് മരിച്ചു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ അത് ഏകദേശമൊക്കെ കൺഫേം ആയ രീതിയിൽ ഈ ശ്രീകാന്ത് നിൽക്കുവാണ്. പക്ഷേ ആ പോലീസുകാരൻ പറഞ്ഞു കൊടുത്ത ചെറിയൊരു സാധ്യത അതിങ്ങനെ കിടക്കുന്നത് കൊണ്ട് കൃത്യമായിട്ടൊരിതിലേക്ക് പോകാനായിട്ട് ഇവന് കഴിയുന്നില്ല ഈ ശ്രീകാന്തിന്. എന്തായാലും വേദയെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ അറിയാമല്ലോ, വേദയുടെ കൂടെ കുട്ടിയുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ കഴിയുമല്ലോ. അങ്ങനെ ആ ഒരു ഇതിലാണ് ശ്രീകാന്ത് ദില്ലിക്ക് വണ്ടി കയറിയിരിക്കുന്നത്. അങ്ങനെ അവിടെ വന്ന് അവനും തമ്പടിച്ചിരിക്കുക വേദയെ പിടിക്കാനായിട്ട്. ഈ സമയത്ത് നമ്മുടെ വേദയാണെങ്കിൽ തരുണിൻ്റെ വീട്ടിലിങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇങ്ങനെ കഴിയുന്നു. തൻ്റെ കുഞ്ഞിനെ ഒന്ന് സേഫ് ആക്കിയതിന് ശേഷം വേദയ്ക്ക് കളി തുടങ്ങാനുള്ളതാണ്. അപ്പോൾ വേദയ്ക്കും കുഞ്ഞിനും കട്ട സപ്പോർട്ടായിട്ട് തരുണിൻ്റെ അമ്മയും കൂടെയുണ്ട്. അപ്പോൾ അതേ കുഞ്ഞിന് പാല് കൊടുക്കാൻ നേരത്തും അങ്ങനെയൊക്കെ നമ്മുടെ വേദയുടെ കയ്യിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. തരുണാണെങ്കിൽ വേദയെ കണ്ടാൽ പോലും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ആ വീട്ടിലൊരാളും അങ്ങനെ ഉണ്ടെന്ന് പോലും തരുൺ മൈൻഡ് ആക്കുന്നില്ല. സ്വന്തം ഭാര്യയുടെ ഫോട്ടോയൊക്കെ ഇങ്ങനെ റൂമിൽ വലിയതായിട്ട് വെച്ചിട്ട് തൻ്റെ കുഞ്ഞിനെ ഫോട്ടോയുടെ മുന്നിലൊക്കെ കൊണ്ടുപോയി നിർത്തി ഇങ്ങനെ പ്രാർത്ഥിപ്പിച്ചിട്ട് അല്ലെങ്കിൽ വർത്തമാനം പറയിപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ ആ അമ്മയും അച്ഛനും അല്ലെങ്കിൽ ആ കുഞ്ഞും കൂടിയുള്ള ഒരു സ്വകാര്യതയിൽ അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മുടെ വേദ അങ്ങോട്ടൊക്കെ ചെല്ലുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല തരുണിനെ. വേദയാണെങ്കിൽ തൻ്റെ കുഞ്ഞിനെ എപ്പോഴും കാണണം എന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. ആ സമയം കുഞ്ഞൊന്ന് ചെറുതായിട്ട് കരഞ്ഞാൽ തരുണിന് അന്നേരത്തേന് ഓടി അങ്ങോട്ട് ചെല്ലണം. അപ്പോൾ കുഞ്ഞിന് ചിലപ്പോൾ വേദയുടെ അടുത്തായിരിക്കും. അങ്ങനെ തരുണിൻ്റെ കൂടെ കിടത്താനായിട്ട് തരുൺ മാക്സിമം നോക്കി കുഞ്ഞിനെ. പക്ഷെ അമ്മ സമ്മതിച്ചില്ല. ആ കുഞ്ഞിന് പെട്ടെന്നൊരു ആവശ്യം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് കരഞ്ഞാൽ ആ ഒരു അമ്മയ്ക്കാണ് അതൊക്കെ ഇതാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അമ്മ തരുണിനെ തടയുന്നു. അങ്ങനത്തെ അമ്മയാണെങ്കിൽ എന്നിട്ട് ഇടയ്ക്ക് വേദയോട് വന്നത് ഇടം വരെ പോകും മോളെ, തരുണാണെങ്കിൽ കുഞ്ഞിൽ സർവ്വ അധികാരങ്ങളും എടുക്കുകയാണ്, ഇത് കണ്ടിട്ട് അമ്മയ്ക്ക് പേടിയാവുകയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ അമ്മ വേദയോട് ഇങ്ങനെ അമ്മയുടെ ആദികൾ ഇങ്ങനെ പറയും. അപ്പോൾ അതെല്ലാം കേട്ട് വേദയെ അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിച്ചൊക്കെ നിർത്തുന്നു. അങ്ങനെയൊന്നും ഇല്ല അമ്മേ, കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ അങ്ങനെയൊക്കെ. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങുകൾ കാര്യങ്ങൾ ഇതെല്ലാം നടത്തണമെന്നായി തരുൺ. അപ്പോൾ അതൊന്നും വേദയ്ക്ക് അത്ര താല്പര്യമുള്ള കാര്യങ്ങളല്ല. പക്ഷേ തൻ്റെ കുഞ്ഞിന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട രീതിയിൽ തന്നെ നടക്കട്ടെ എന്നും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ അമ്മ വന്ന് വേദയോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. അപ്പോൾ നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മോളെ, അവൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അമ്മ വന്ന് വേദയോട് ചോദിക്കുമ്പോൾ അമ്മയുടെ മോൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ, ഒന്നുമില്ലെങ്കിലും അദ്ദേഹം എൻ്റെ മോളുടെ ചെവിയിൽ പേര് വിളിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ കുഞ്ഞിൻ്റെ ചെവിയിൽ രാധിക എന്നുള്ള പേരൊക്കെ
വിളിക്കാനൊക്കെ ആയിട്ട് തരുൺ ഇങ്ങനെ പ്ലാൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരുപാട് 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 വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത ആഴ്ചത്തെ കഥകൾ ഇങ്ങനെ വരാനിരിപ്പുണ്ട്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് കേട്ടോ. എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുക കേട്ടോ. ടാറ്റാ.